നമസ്കാരം. പേരെന്തായിരുന്നു? നമസ്കാരം. എൻ്റെ പേര് ഗീത. എൻ്റെ വീട് ഇവിടെ വള്ളക്കടവിലാണ്. എങ്ങനെയുണ്ട് ചേച്ചി ഇലക്ഷന്റെ ചൂട് കാര്യങ്ങൾ എങ്ങനെയുണ്ട്? ഇലക്ഷൻ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. പുരോഗമിക്കണം. കാരണം മറ്റ് രണ്ട് പാർട്ടി ഏവാൻ വന്നാലും കട്ടുമുടിക്കാനാണ് വരണത്. പാവപ്പെട്ടവരെ കണ്ടറിഞ്ഞ് കൊടുക്കണം. എന്തെങ്കിലും സഹായം പാവങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ NDA സർക്കാർ തന്നെ വരണം. ജയൻചേട്ടൻ 100% ജയിക്കും, ഉറപ്പാണ്. ആന്റണി രാജുവിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? ആ കള്ളന്റെ കഥ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോ ജയിലിലാവുമ്പോ അതും കൂടെ ആവും. തികയും, എല്ലാം തികയും. ഉറപ്പാണ്, ഉറപ്പാണ്. ജനങ്ങൾ ഏത് തരത്തിലൂടെ ചിന്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? കള്ളനെ പിടിച്ച് ആരെങ്കിലും തുണ കൊടുക്കുവോ? കള്ളൻ തന്നെയാണ്. കള്ളനെന്ന് തെളിയിക്കാതിരുന്നപ്പം വിജയിച്ചോണ്ടിരുന്നു. ഇപ്പൊ തെളിഞ്ഞു കഴിഞ്ഞു, ഇനി വിജയിക്കാൻ പോണില്ല. ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കില്ല അത്. ശബരിമല വനത്തിലിരുന്ന് അയ്യപ്പ സ്വാമി അവരെ കട്ട് തിന്നോണ്ടിരിക്കുകയല്ലേ. പിന്നെ ഇനി മുന്നോട്ട് വലിയ വിജയമായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം അമേരിക്കയിൽ പോണ ചികിത്സിക്കാൻ. അയ്യപ്പനെ കട്ട് തിന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഈ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ തീരദേശ മേഖലയിലുള്ള ജനങ്ങൾ പലപ്പോഴായിട്ട് BJPക്ക് എതിരെയാണ് വോട്ട് ചെയ്യാറ്. ഇത്തവണ എന്തെങ്കിലും മാറ്റത്തിനുള്ള സാധ്യതയുണ്ടോ? ഇത്തവണ അങ്ങനെ സംഭവിക്കില്ല. കാരണം സകലമാന ആൾക്കാർക്കും ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ വിജയം 90% വിജയം തന്നെയാണ്. തീരദേശത്തുള്ളവർ തന്നെയാണ് ഇപ്പൊ വോട്ട് ചെയ്യും. മുസ്ലിങ്ങളും BJPക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട്. അത് ഇവരെ മനസ്സിലാക്കിയിട്ടാണ്. കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിന്റെയും മരണ കള്ളന്മാരെ, രണ്ടും മച്ചാനുമാണ്. അതുകൊണ്ട് അവരെ മനസ്സിലാക്കിയിട്ടാണ് ഇവരിപ്പോ ഇങ്ങനെ പറയണത്. ഇവർ മാറി വരണം. മാറ്റം വന്നേ മതിയാവൂ. ഇനിയുള്ള തലമുറയ്ക്ക് ജീവിക്കണമെങ്കിൽ മാറ്റം വരണം. ഇപ്പോൾ ഈ ഇവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നേമത്ത് മത്സരിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അദ്ദേഹത്തിന്റെ ഒരു ചുമതല വന്നതിന് ശേഷം പാർട്ടിയിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? അദ്ദേഹം വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതാണ് ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ പിടിക്കാൻ കാരണം അദ്ദേഹം വന്നതിന് ശേഷമുള്ളതാണ്. അതുവരെ നമ്മൾ തട്ടിമുട്ടിയല്ലേ നിന്നുള്ളൂ. ഇപ്പൊ പൂർണ്ണമായി ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വിജയം തന്നെയാണ്. അപ്പൊ അത് കണ്ട് വിജയിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഇത്തവണ താമര വിരിയും. തിരുവനന്തപുരം ഫുള്ളും താമര വിരിയും. ഒരു 25 MLA-മാരെങ്കിലും കിട്ടിയിരിക്കും കേരളത്തിൽ. നമസ്കാരം. പേര് പത്മകുമാരി. ചേച്ചി, ഇവിടെ എങ്ങനെയുണ്ട് BJPയുടെ പ്രവർത്തനങ്ങൾ? എങ്ങനെയുണ്ട്? സാധ്യതയുണ്ട് ഇത്തവണ? സാധ്യതയുണ്ട്, 100% സാധ്യതയുണ്ട്. കാരണം ഇവിടെയുള്ള ജനങ്ങളുടെ പ്രവർത്തനവും ഇവിടെയുള്ള ഇലക്ഷന് നിൽക്കുന്ന കരമന ജയൻചേട്ടന്റെ പ്രവർത്തനവും നല്ല. എല്ലാ പൊതുജനങ്ങളും എല്ലാവരുടെ അഭിപ്രായം അങ്ങനെയാണ്, ജയിക്കും എന്ന് തന്നെയാണ്. ആന്റണി രാജു എന്ന് പറയുന്ന നിലവിലെ MLA-യുടെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? അത് നല്ല കാര്യങ്ങളായി ചെയ്തിട്ടുള്ളൂ. ഇതുവരെ ജനങ്ങൾക്ക് വേണ്ടി ജയിച്ചു പോയതല്ലാതെ കണ്ണി കൂടെ കാണാൻ കഴിയണില്ല ഇതുവരെ. പിന്നെ ഒരു കേസ് ഇപ്പൊ നടക്കുകയില്ലേ, ആ കേസിന്റെ വിധി വരട്ടെ, അപ്പോഴറിയാം എങ്ങനെയാണെന്നുള്ളത്, MLA-യുടെ രീതി എങ്ങനെയാണെന്നുള്ളത്. എല്ലാ വർഷത്തെയും പോലെ ചെറിയൊരു വേരിയേഷന് BJP പരാജയപ്പെടുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടല്ലോ. അത് ഇത്തവണ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല, സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കില്ല, ജയിക്കും. പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പറ്റി എന്താണ് പറയാനുള്ളത്? അതൊന്നും പറയാതിരിക്കാണ് നല്ലത്. അയ്യപ്പൻ്റെതും മുതല് തുടങ്ങിയാല് അത് പറയാതിരിക്കുന്നതാണ് നല്ലത്. അയ്യപ്പനെയും കൂടി പറഞ്ഞു വിട്ടുവിടണം. അവര് ഭരിച്ച് പിന്നെ ഇനി ആരാ കാര്യം പറയണം? ഈ കരമന ജയൻചേട്ടന്റെ ഒരു പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും ഇത്തവണ? തീർച്ചയായും അംഗീകരിക്കും, ജനങ്ങൾ അംഗീകരിക്കും. നമസ്കാരം. പേരെന്തായിരുന്നു? ശ്രീമതി അമ്മ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇലക്ഷൻ പ്രവർത്തനങ്ങളൊക്കെ? 100% പ്രവർത്തനം വിജയം. കരമന ജയൻ ജനങ്ങളോടുള്ള സമ്പർക്കം കൊണ്ടും എല്ലാം കൊണ്ടും ജയം. ഇവിടെ നിലവിലെ ശക്തരായിട്ടുള്ള 2 സ്ഥാനാർത്ഥികളാണല്ലോ. അപ്പോ അവരുടെ ഒരു പ്രവർത്തനങ്ങൾ കൂടി ജനങ്ങൾ പരിശോധിക്കില്ലേ? അത് പരിശോധിച്ചാലേ ഇപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനം നമുക്ക് മാത്രമേ ഉള്ളൂ, താമരയ്ക്ക് മാത്രമേ ഉള്ളൂ. മറ്റവരൊക്കെ അവരുടേതായ പ്രവർത്തനം തുടങ്ങണം. സമ്പൂർണമായിട്ടുള്ള പ്രവർത്തനം BJPക്ക് ഉള്ളൂ. പ്രവർത്തനത്തിന് ഇറങ്ങാറുണ്ടോ? ഉണ്ട്. ഇപ്പോഴല്ല, 10-30 വർഷം കൊണ്ടേ ഇറങ്ങാം. 38 വർഷം വരെ ഇറങ്ങാറുണ്ട്. പാരമ്പര്യമായ പ്രവർത്തനത്തിലാണ്.